ടീക്കറാമേണ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അപ്പോൾ മൊത്തം ഇന്ത്യയിലെ തന്നെ ഈ പ്രശ്നമുണ്ട്. 26 lakh ഡബിൾ എൻട്രീസ് ഉണ്ട് പല സംസ്ഥാനങ്ങളിൽ. ഇതിന്റെ കോപ്പിയും നിങ്ങൾക്ക് തരാം. നമ്മുടെ കേരളത്തിലെ 20-ാം തീയതി വരെ 4,000 ആയിരുന്നു. ബട്ട് ഇഫ് യു സീ ദ ഫിഗേഴ്സ് ഓഫ് തമിഴ്നാടു 1,27 lakhs. 12 lakhs, sorry, 12 lakhs. അപ്പോൾ ദിസ് ഈസ് ദ ഫിഗർ. ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ്. ഈ ഇരട്ട വോട്ടർ വരാറുണ്ട്. അപ്പോൾ എല്ലാ വർഷം നമ്മൾ ഇത് നീക്കാനുള്ള ഒരു തുടരെ പ്രക്രിയയാണ്. നമ്മൾ ഈ ജനുവരിക്ക് മുൻപ് ഒഴിവാക്കിയത് ഏകദേശം 60,000 ഈ വർഷം തന്നെ ഒഴിവാക്കിയത്. 60,000 ഇരട്ട വോട്ടുകൾ. അതെ, ഈ 20-ാം തീയതിക്ക് മുൻപ്. പിന്നെ ഇഫ് യു സീ ദ ഫിഗേഴ്സ് ഓഫ് ജനുവരി 19, നമ്മുടെ കേരളത്തിലെ 64 lakhs ഇരട്ട വോട്ട് എൻട്രീസ് ആയിരുന്നു, ഡബിൾ എൻട്രി. 64 lakhs, 2-3 ലക്ഷമല്ല, 64 lakhs കാലാകാലങ്ങളായിട്ട് കയറി. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം. അപ്പോൾ ഈ ശുദ്ധീകരണ പ്രക്രിയ നടന്നു വരികയാണ്. ഈ ജനുവരി 1-ാം തീയതി 19 ഫിഗർ ആയിരുന്നു. ഈ തുടങ്ങിയത് അന്നാണ്. ലോക്സഭാ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ സ്റ്റാർട്ടഡ് എ വെരി ഇന്റൻസീവ് ക്യാമ്പയിൻ ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ് ടു ഡിലീറ്റ് ദീസ് DSEs, ഡെമോഗ്രാഫിക്കലി സിമിലർ എൻട്രീസ് ആണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു എലിക്കുട്ടനായിരിക്കും, അല്ലെങ്കിൽ എലിക്കുട്ടൻ പോലെ മറ്റേ എലിക്കുട്ടനായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇറ്റ് മേ ബി കറക്റ്റ്. ഈ മേ ബി എലിക്കുട്ടൻ ഓർ എലിക്കുട്ടൻ പോലെ ആയിരിക്കും. 50-50 ഉണ്ട്. അപ്പോൾ ഇത് എന്താണ് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലെ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് കണ്ടുപിടിച്ച് ഇതിന്റെ ലിസ്റ്റ് തയ്യാറാക്കി ഞങ്ങൾക്ക് എല്ലാ വർഷം അയക്കാറുണ്ട്. ലിസ്റ്റ് അയക്കുമ്പോൾ ഞങ്ങൾ അതാത് താലൂക്ക് ഓഫീസിൽ ലിസ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തും. ഫിസിക്കൽ വെരിഫിക്കേഷൻ ഫോട്ടോ മാച്ച് ചെയ്തതിനു ശേഷം ഈ ആൾക്കാരെ കണ്ടുപിടിച്ച് ഇറ്റ് ഈസ് എ ടേബിൾ ടോപ്പ് എക്സർസൈസ് എല്ലാ വർഷം ചെയ്യാറുണ്ട്. ബട്ട് ദ BLOs ഹാവ് ടു ഡു ദി ഫിസിക്കൽ വെരിഫിക്കേഷൻ. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം അപ്പോൾ നിങ്ങൾ അടുത്ത ചോദ്യമായിരിക്കും, ഇത് എന്തുകൊണ്ട് ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല? വൈ ഡിഡ് യു വെയിറ്റ് ടിൽ രമേശ് ചെന്നിത്തലാജി ഓർ സം ലീഡർ ഹൗ പോയിന്റഡ് ഇറ്റ് ഔട്ട്? ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം പ്രകാരം നമുക്ക് ഈ DSEs ഇലക്ഷനിൽ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് DSEs ഒഴിവാക്കാൻ ഇപ്പോൾ that has been that is not permitted. What is the direction of the election commission? Demographically similar entries. എലിക്കുട്ടി അല്ലെങ്കിൽ എലിക്കുട്ടി പോലെ. മനസ്സിലായോ? ഷജീത്ത് അല്ലെങ്കിൽ ഷജീത്ത് പോലെ കാണുന്ന ഒരു ആളുണ്ട്. അപ്പോൾ ഷജീത്തും ആക്കാം, ഷജീത്ത് പോലെയും ആക്കാം. കാരണം ഒരു ഷജീത്ത് എന്നുള്ള 100 പേര് ആയിരിക്കും ഒരു ഏരിയയിലെ പേര്. അപ്പോൾ ഫോട്ടോ 2 ആൾക്കാരുടെ ഫോട്ടോ ഒരുപോലെയാണ് കാണുന്നത്. അപ്പോൾ ഷജീത്തും 5 പ്രാവശ്യം ഷജീത്ത് തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഷജീത്ത് ഉണ്ടാവില്ല. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പരന്മാർ, ഷജീത്തിന്റെ അപ്പരന്മാർ കേട്ടോ, അങ്ങനെയാണ്. Now the direction of the election commission is for why we did not start removing these DSEs. It was advised that poll going states that their focus should be on speedy disposal of pending forms and not on DSEs. Therefore, the suo motu deletion it will be taken care of after the elections. Election candidate എല്ലാം അത് ചെയ്യുന്നുണ്ട്. ഇത് election candidate we should have started it now. This is the direction. That is why we cannot suo motu delete these people. അത് നിയമപ്രകാരം സാധ്യമല്ല ഇപ്പോൾ, കാരണം ഇലക്ഷൻ മോഡിലാണ്. മൂന്നാമത്തെ കാര്യം പറയാം. അപ്പോൾ ഇവരെ നമ്മൾ എങ്ങനെ ഇവരെ ഒഴിവാക്കും? ടു പ്രിവെന്റ് ദം ടു കാസ്റ്റ് ദി ബോഗസ് വോട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? വി പ്രിപ്പയർ എ ASD ലിസ്റ്റ്, ആബ്സെന്റി, ഷിഫ്റ്റഡ് ആൻഡ് ഡെഡ് വോട്ടേഴ്സ്. മിക്കവാറും എന്തുകൊണ്ടാണ് ഈ ചില ആൾക്കാരെ നിങ്ങൾ പലപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കും ഒരു ആൾ തന്നെ. അപ്പോൾ ഒരു ആൾ
5 പ്രാവശ്യം അപേക്ഷ കൊടുത്താൽ 5 പ്രാവശ്യം ആളുടെ പേര് ഇതിൽ കയറും. ഷിഫ്റ്റ് ചെയ്താൽ നിങ്ങൾ പട്ടം വാർഡിൽ നിന്ന് പൂജാപുരയിലേക്ക് പോയപ്പോൾ പൂജാപുരയിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു, പുതിയ ആപ്ലിക്കേഷൻ, പക്ഷെ പട്ടത്ത് നിങ്ങളുടെ പേര് ഉണ്ട്, അവിടുന്ന് നീക്കിയില്ല. അപ്പോൾ രണ്ട് സ്ഥലത്തുമുണ്ട്. വി ഹാവ് എ ഫോം നമ്പർ 6. നിങ്ങളെല്ലാം അത് നോക്കണം, ശ്രദ്ധിച്ച്. വാട്ട് ദ ഫോം നമ്പർ 6 says. ഇതാണ് ഫോം നമ്പർ 6. ഇതിൽ അവസാനത്തെ പാരാഗ്രാഫ് ഇതാണ്. യുവർ നെയിം ഹാവ് ടു ബി ഡിലീറ്റഡ് ഫ്രോം ദ ഓൾഡ് പ്ലേസ്. അപ്പോൾ ഫോം നമ്പർ 6 ആൻഡ് ഫോം നമ്പർ 8. അപ്പോൾ ചില ആൾക്കാരെ ഫോം 6നെ പകരം ഫോം 8നെ പകരം ഫോം 6 അപ്ലൈ ചെയ്യും. ഫോം 8 ഈസ് മെൻറ്റ് ഫോർ കറക്ഷൻ ഇൻ യുവർ സ്പെല്ലിങ്സ്, അഡ്രസ് ഓർ എന്തെങ്കിലും ഒരു പിശക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ഫോം 8 ആണ് നമ്മൾ കൊടുക്കുന്നത്. ബട്ട് പീപ്പിൾ അപ്ലൈ ഇൻ ഫോം 6. അപ്പോൾ വീണ്ടും നിങ്ങളുടെ പേര് വന്നു. നിങ്ങളുടെ അച്ഛൻ ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ മകനും വിചാരിക്കും അച്ഛനെ അപ്ലൈ ചെയ്തിട്ടില്ലേ, ഞാനും അച്ഛന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ മകനും അച്ഛനും സഹോദരിയും സഹോദരന്മാരും എല്ലാവർക്കും വേണ്ടി പരസ്പര ജനാധിപത്യ പ്രക്രിയയിൽ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. അതാണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. സോ മൾട്ടിപ്പിൾ ടൈം പീപ്പിൾ അപ്ലൈ വിതൗട്ട് കെയറിങ് ഫോർ ദിസ് പ്രോസസ്. ദെൻ വാട്ട് ഹാപ്പൻസ്? നിങ്ങൾ അപ്ലൈ ഓൺലൈനാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ അല്ലെങ്കിൽ ഈ ഇൻ്റർനെറ്റിൽ ഏതെങ്കിലും തകരാർ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ അപേക്ഷ പോയിട്ടില്ല, സംശയം വരും, വീണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യും. അപ്പോൾ എലിക്കുട്ടൻ ഹാസ് അപ്ലൈഡ് 4 times. അപ്പോൾ 4 പ്രാവശ്യം പുള്ളിയുടെ പേര് വരും. ബിക്കോസ് ദിസ് സോഫ്റ്റ്വെയർ ഡസ് നോട്ട് ഹാവ് ഇൻബിൽറ്റ് മെക്കാനിസം ടു അവോയ്ഡ് ദ ഇറ്റ് വിൽ അക്സെപ്റ്റ്. അപ്പോൾ ശ്രീദേവി 4 പ്രാവശ്യം അപ്ലൈ ചെയ്താൽ 4 പ്രാവശ്യം പേര് വരും. This software will not say that you have applied already, we will not accept your application. 4 പ്രാവശ്യം വീണ്ടും accept you. Then, ഈ ഉണ്ടായിട്ടുള്ള സംഭവം എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാക്കുന്നത് എങ്ങനെ ഇവരെ ഡബിൾ വോട്ട് ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. This verification is going on at the state level in all 140 constituencies. ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബിക്കോസ് വി ഡോണ്ട് വെയിറ്റ് ഫോർ എനി കംപ്ലൈൻറ്റ്. ഞങ്ങൾ എല്ലാ ഡയറക്ഷൻ കളക്ടർമാർക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫീൽഡ് ലെവലിൽ BLOs are doing the physical inspection of all these voters. They will prepare a booth-wise list. Booth-wise list will be prepared and it will be shared with all the presiding officers. അയാൾ യഥാർത്ഥത്തിൽ എവിടെയാണ് എവിടുത്തെ റെസിഡൻ്റ് ആണ്, ആ സ്ഥലത്ത് മാത്രമേ വോട്ട് ചെയ്യാൻ അയാൾക്ക് സാധിക്കൂ. 2 സ്ഥലത്ത് പേര് ഉണ്ടെങ്കിൽ 2ാമത്തെ പോളിംഗ് ബൂത്തിലെ 3ാമത്തെ പോളിംഗ് ബൂത്തിലെ അനുവദിക്കുകയില്ല. In Kasaragod, we have found in the investigation that one voter has been given 5 cards. ആ കുട്ടിയുടെ പേര് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പേര്? ബഹുമാനപ്പെട്ട കുമാരിക്ക് 5 കാർഡ്. അപ്പോൾ 4 കാർഡ് നശിപ്പിച്ചിട്ടുണ്ട്, കണ്ടുപിടിച്ച്. ബിക്കോസ് യു കെ നോട്ട് കീപ് മോർ ദാൻ 1 കാർഡ്. അത് അന്വേഷണം നടത്തി. എന്താണ് സംഭവിച്ചത്? ഈ BLO അന്വേഷണം നടത്തിയപ്പോൾ BLO റിക്കമെൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട AERO അസിസ്റ്റന്റ് ടിക്കറാമണ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്.